ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ എന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് മേഘാലയയിലാണ്, അതായത് ചിറാപുഞ്ചി പോണ റൂട്ടിലാണുള്ളത്. ഇന്നലെ സ്റ്റേ ചെയ്തത് ഇവിടെ ഉണ്ടാ ഈ ഒരു റൂമാണ് നമുക്ക് കിട്ടിയത്. ഇത് നമുക്ക് തന്നത് നമ്മുടെ മൈക്ക് ബ്രോയുടെ കെയർ ഓഫിലാണ്. അതായത് ഹേമന്ത് ബ്രോയുടെ കെയർ ഓഫിൽ കണക്ട് ചെയ്ത് മൈക്ക് ബ്രോ സെറ്റ് ചെയ്തതാണ്. ഇവരെല്ലാം ഓരോ റൈഡേഴ്സ് കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് റൈഡേഴ്സ് കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ്. പക്ഷേ എല്ലാവരുമായിട്ട് കോൺടാക്റ്റ് ഉണ്ട് കേട്ടോ. അവരുടെ കെയർ ഓഫിൽ കിട്ടിയാണ് ഭയങ്കര സന്തോഷം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ അതിൻ്റെ ഒപ്പം കൊടുക്കാം കേട്ടോ. നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു, കാരണം നമ്മളെങ്ങനെ വന്ന് എങ്ങനെ എത്തിപ്പെട്ട് എന്നതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഇതിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് ജസ്റ്റ് ചായ കുടിക്കാൻ പോകാൻ മേലിലാണ്. പിന്നെ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. നമ്മളെ ഇപ്പോൾ ഉള്ളത് ഷിലോങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് നേരെ പോണത് ചിറാപുഞ്ചിയിലേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ വന്നോയ്ക്ക് ഒരു മലയാളിനെ കണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ആളെ പരിചയപ്പെടുത്തരാം. ഹായ്, എങ്ങനെയാ പേര്? റോഷൻ. എവിടെ സ്ഥലം? എവിടെ? നാട്ടിൽ? ഞാൻ നാട്ടിൽ കറകച്ചാലാണ്, കോട്ടയം. കോട്ടയം. ഇവിടെ ഷിലോങ്ങിൽ ഇപ്പോൾ 15 വർഷമായി. ഷോപ്പുണ്ട്. അല്ലേ? IT കമ്പ്യൂട്ടറിൻ്റെ സെയിൽസ് സർവീസ്. എങ്ങനെ പോകണം ഇവിടുത്തെ? അടിപൊളിയാണ്. അടിപൊളിയാണല്ലേ? ഇപ്പം മഴയും കാര്യങ്ങളൊക്കെ കുറവാണെന്നല്ലേ? ബേസിക്കലി ഇവിടെ ചിറാപുഞ്ചി പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഭയങ്കര മഴയുടെ സ്ഥലമാണ്. 365 ആക്ച്വലി മഴയില്ല. മഴയും അങ്ങനെ മഴ പോലില്ല. മൺസൂണിലുള്ള മഴയുള്ളൂ. മൺസൂണുള്ള മഴയല്ലേ? അപ്പോൾ എന്തായാലും ഇന്നലെ നമ്മൾ എന്തോ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടതാണ് ആ ഒരു കയറ്റം കയറിക്കൊണ്ടിരുന്ന ടൈമിൽ. അപ്പോൾ ഇന്നലെ ഇവിടെ നമ്മൾ ആളാണ് സ്റ്റേ റെഡിയാക്കി തന്നത്. കാരണം ഇന്നലെ ഇവിടെയും ടെൻ്റ് അടിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. ഷിലോങ് എന്ന് പറയുന്നത് വലിയൊരു ടൗണും ഒരു സിറ്റിയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ അടിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അതിലുള്ള നന്ദി എന്തായാലും ഉണ്ട്. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങണേട്ടാ. അപ്പോൾ എന്തായാലും എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാം, അല്ലെങ്കിൽ വിളിക്കാൻ എന്തായാലും. ഓക്കെ, നമ്മളെ പോണേക്ക് ഇപ്പോൾ ഒരു സമൂസ കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറിയടാ. ഇതാണ്ട കട, ഒരു പോണ റൂട്ടാണ്. നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പോണ റൂട്ടാണ്ട. കാരണം ഇവിടേക്ക് എല്ലാം നോർമൽ റേറ്റ് തന്നെയാണ്, 10 രൂപ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി കയറിയത്. നല്ല വിശപ്പുണ്ടായിരുന്നു, ഒന്നും കഴിച്ചിട്ടില്ല രാവിലെ. അപ്പോൾ 2 സമൂസ പറഞ്ഞാൽ ഞാൻ കഴിച്ച്, ഇനി കൊറോണോടെ കഴിച്ച് ചായയും കുടിച്ചിട്ട് ഇവിടെ ഇറങ്ങാമെന്ന് വെച്ചിങ്ങനെ കേട്ടോ. നമ്മളെ ഇപ്പം ചിറാപുഞ്ചിയിലേക്ക് പോണ റൂട്ടിലാട്ടാ. വെയിലുണ്ട്, നല്ല വെയിലുണ്ടെങ്കിലും നല്ല തണുപ്പാണ് കേട്ടോ. കാറ്റൊക്കെ അടിക്കണം. ഞാൻ അതുകൊണ്ട് ജാക്കറ്റ് ഊരാത്ത കേട്ടാ. മുഖത്തൊക്കെ നല്ല രീതിയിൽ തണുപ്പടിക്കാണ്ട്. ഇത് കണ്ടില്ലേ ഇവിടുത്തെ വ്യൂ നോക്കിയേ, അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് കൃഷി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ കൃഷി ഇത് ഇവർ ഇതാക്കിയിട്ടുള്ളൂ എന്നൊന്നു. പക്ഷേ കണ്ടില്ല, ഒരു തട്ട് ഇങ്ങനെ പോലെ ഇങ്ങനെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇത് അവിടെ മല, അവിടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, മേഘങ്ങളൊക്കെ ഇങ്ങനെ വന്നിട്ട് അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നേ ഇവിടുന്ന് കുറച്ചും കൂടെ അങ്ങാട് പോകുമ്പോൾ ഒരു വ്യൂ കിട്ടുമെന്ന് തോന്നുന്നുണ്ടാ. എനിക്ക് എന്തായാലും അങ്ങാട് പോയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാട്ടാ. നമ്മളെ ഇപ്പോൾ ചിറാപുഞ്ചി പോണ റൂട്ടിലാണുള്ളത്. അപ്പോൾ ഒരാളെ പരിചയപ്പെട്ട്. हाय ब्रो, आपका नाम क्या है? हेलो, माय नेम इज अंकित. ओ, आप किधर का है ब्रो? मैं तो सिलीगुड़ी का, बट आई एम स्टडीइंग इन शिलोंग now. Shillong. Oh, what you studying here? I'm doing BBA. BBA. Oh, good. Where are you going? I just came to home. Okay. Yeah, like I'm also new to the place. Oh. So I just came to visit some places here, like nearby. Oh. And my brother is going very fast, so I'm just helping him now. കാരണം ആളാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്. ശരിക്കും 2 route here to. Yes. You have to go straight from here. You'll reach the main highway. Then you have to take a left, and you'll reach the Cherrapunji road. Oh, it's the full view on 2 sides. Yes, everything you will find in the road only. There will be like main, like signboards will be there. Oh. Like Elephant Falls or any cafes or any landscape or very sceneries and all you will see in the road only. Okay, anyway, see you. Nice to meet you, bro. Okay. Bye everyone. Yeah, see you. നമ്മളെ ഇപ്പോൾ വന്നവയ്ക്ക് അവരെ കണ്ടില്ലേ, അവരോട് കുറേ നേരം സംസാരിച്ച്. അവരിപ്പോൾ കുറച്ച് മാഗി, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു തന്നിട്ടാ. പാവങ്ങൾ മാംഗോ ഫ്രൂട്ടി ഉണ്ട്, പിന്നെ പുഴുങ്ങിയ മുട്ട കാര്യങ്ങൾ കുറച്ച്, പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ മേടിച്ചു തന്നിട്ടാ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ചിറാപുഞ്ചി പോകുന്ന റൂട്ടിലാണ്. കാരണം ഇവർ നമ്മൾക്ക് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കണതാണ്. അവൻ മഞ്ഞ വഴിക്ക് കണ്ടതാണ്. അപ്പോൾ ഇപ്പോഴാണ് അവരെ കണ്ടത്. നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കണായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തായാലും സന്തോഷം, ഭയങ്കര സന്തോഷം വന്നിട്ട്. നമുക്ക് അവരെ കാണാൻ പറ്റിയില്ല, അവർക്ക് നമ്മളെ കണ്ടതിന് ഭയങ്കര സന്തോഷമാണ്. കാരണം അവരുടെ ഒപ്പം ഒരു ലേഡിയും കൂടെ ഉണ്ടായിരുന്നു ആ പുള്ളിയുടെ ഒപ്പം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കാനാണ് കൂടുതലും. കാരണം അവർ ലേഡിക്ക് ഇഷ്ടമല്ല, അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല വീഡിയോയിൽ വരാൻ. അപ്പോൾ കുഴപ്പമില്ല, ആളും ഭയങ്കര പാവം പറഞ്ഞിട്ടാ. എന്തായാലും നമ്മൾ കണ്ടതിന് സന്തോഷം. നമ്മൾ നേരെ പോകണേണ്ട. നല്ല തണുപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല തണുപ്പുണ്ട്.
നമുക്ക് പോകാനുള്ള ഇങ്ങാടേക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് അങ്ങാടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിലോങ്ങിലേക്ക് പോണ റൂട്ടാണ്. നമുക്ക് അവിടെ നിന്നും വരാറുന്ന ഒരു റൂട്ട്, നമ്മളിപ്പോൾ ഉള്ള റൂട്ടാട്ടോ വന്നേക്കണം. കാരണം ഇതൊരു ഹൈവേ ആണ്, ഹൈവേ വഴിയാണ് നമ്മൾ പോകേണ്ടത്. പക്ഷേ ഈ റൂട്ടിലാണ് നമുക്ക് കാണാനും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ അല്ലാണ്ട് നമ്മൾ ആദ്യം പോയ റൂട്ടുണ്ട്, ആ റൂട്ട് വേണമെങ്കിൽ പോകാം. പക്ഷേ ആ റൂട്ട് ഒരു വില്ലേജ് റൂട്ട്, അവിടെ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ഈ റൂട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർഫാൾ കാര്യങ്ങളെല്ലാം കിട്ടുമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെയൊക്കെ പിള്ളേർ കളിക്കണ്ട കേട്ടോ. എന്നാലും പയ്യൊന്ന് മുന്നോട്ട് പോകാം, നല്ല തിരക്കണ്ട കേട്ടോ. നമ്മുടെ സൈക്കിള് കാര്യങ്ങളൊക്കെ ഇവിടെ അകത്താണ് വെച്ചത്. ജസ്റ്റ് ഒന്ന് ഓർമ്മ വെയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ അകത്ത്. നമ്മുടെ ക്യാമറയ്ക്ക് എന്തോ പ്രശ്നമുണ്ട്, ചാർജ് ഉണ്ട് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കട്ടായപ്പോണ്ട്. ഞാനിപ്പോൾ വീഡിയോ ഒക്കെ എടുത്താണ് കേട്ടോ. കാരണം ഇതാണ് നമ്മുടെ സ്റ്റേ കാര്യങ്ങൾ. ഇപ്പം ഞാൻ ചായ കുടിക്കാൻ പോയി, പക്ഷെ അവിടെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് പെട്ടെന്ന് ഓഫായി പോകുന്നത്. ഇതിപ്പോൾ ഓഫാകുമോ എന്നൊരു ഡൗട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് ചാർജ് കുത്തിയിട്ടാണ്. അതെ, സൈക്കിള് കാര്യങ്ങളെല്ലാം സെറ്റാക്കി. ഇതാണ് ഇവൻ്റെ ഹോം സ്റ്റേ. ഞാൻ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ലേ, അടിപൊളിയാണ് കേട്ടോ. കാരണം ഇതൊരു ഉള്ളിലായിട്ടുള്ള ഏരിയയാണ്. നമുക്ക് ജസ്റ്റ് ഇവിടെയൊക്കെ നടക്കാനൊക്കെ പോകാട്ടോ. പിന്നെ ഇപ്പോൾ വെയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒന്നല്ലെങ്കിൽ അവിടെ നിന്ന് റിട്ടേൺ ഇങ്ങോട്ട് വരും, അല്ലെങ്കിൽ നമ്മൾ ആ റൂട്ട് നേരെ ചിറാപ്പുഞ്ചി പോകട്ടെ. കുറേ സ്ഥലങ്ങൾ നമ്മളെ മൈക്ക് ബ്രോ നമുക്ക് ഷെയർ ചെയ്തെന്ന് പോകാൻ പറ്റും. ഞാൻ ആളോട് ചോദിച്ചു ഇവിടെ നമുക്ക് എന്തൊക്കെ സ്ഥലങ്ങൾ എവിടെയൊക്കെ പോകാൻ പറ്റും എന്നുള്ള സ്ഥലങ്ങൾ ഒരുപാട് അദ്ദേഹം എനിക്ക് ഷെയർ ചെയ്ത് തന്നു. ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നല്ല ഹോസ്പിറ്റാലിറ്റി കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം റൂമ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ കിച്ചണുണ്ട്. അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇപ്പം ഏകദേശം 10 മണിയായിട്ടാ. നമ്മൾ ഇറങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ട് കുറച്ച്. റൂമെന്ന് പറയാൻ വേണ്ടി ഞാൻ നേരത്തെ കാണിച്ച റൂം തന്നെ ഉണ്ടാ കണ്ടില്ലേ, അടിപൊളി റൂമാണ്. സെറ്റപ്പ് നോക്കി ലൈറ്റ് കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയാണ്. ഇത് ഫുള്ള് മറ്റേ വുഡാണ്, സെറ്റപ്പാണ് കേട്ടോ. പിന്നെ അത് ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട് കേട്ടോ. വ്യൂ എന്ന് പറയാൻ വേണ്ടി ഒരു ചെറിയൊരു വ്യൂ ആണ്. പക്ഷെ രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ മരങ്ങൾ കാര്യങ്ങളൊക്കെ ഇരിക്കണോണ്ട് വ്യൂസ് അത് ഇതല്ലെങ്കിലും അടിപൊളിയാണ് കേട്ടോ. നമുക്ക് നമുക്ക് തന്നാട്ടോ, ഭയങ്കര സന്തോഷം. എന്തായാലും ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ മൈക്ക് ബ്രോയാണ്. മൈക്ക് ബ്രോനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയത് നമ്മുടെ ഹേമന്ത് ബ്രോ വഴിയാണ് കേട്ടോ. അപ്പോൾ അതിനും നല്ല സന്തോഷം. രണ്ടുപേരോടും താങ്ക്സ് ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ റൂമുണ്ട് കേട്ടോ. മേളിൽ ഗസ്റ്റുകളുണ്ട് അത്യാവശ്യം, മേളിലൊക്കെ ആരൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് റൂമിൻ്റെ കിച്ചൺ. ഞാൻ ഇവിടുത്തെ ആളെ പരിചയപ്പെടുത്തരാട്ടാ. മാനേജർ ഇതൊക്കെ മാനേജർ. No, I'm just friend. Friend. Okay. Bro, correct location. This is Milliam. 10th mile from Shillong. Upper Shillong. You have to go up the hill from Shillong towards Cherrapunji or Sora. This is the route that you have to take. Okay. Oh, sorry, your name? My name is Vinay. Vinay. Oh, are you from? I'm from Bangalore. Okay, bro, thank you. അപ്പോൾ ആളാണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണത്. അപ്പോൾ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടോ. നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ബ്രെഡ് ഓംലേറ്റ് ആണ്. പിന്നെ അതേ സോസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇത് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് ചിറാപ്പുഞ്ചി അല്ല, അതിന് മുമ്പ് ഒരു സ്പോട്ടുണ്ട്. അതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് കിട്ടൂല, ഞാനത് നോക്കിയിട്ടൊന്നുകൂടെ പറയാട്ടാ. ഇന്നലെ നമ്മുടെ മൈക്ക് ബ്രോ സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അടിപൊളിയാണെന്നാട്ടോ പറഞ്ഞത്. അവിടെ തന്നെ അത്യാവശ്യം കാണാനുണ്ട്. എന്തായാലും മിക്കവാറും നമ്മൾ ഇന്ന് ചിലപ്പോൾ അവിടേക്ക് കിട്ടാ സ്റ്റേ, എനിക്കറിയില്ല. എന്തായാലും പോയി നോക്കാട്ടെ. 14 കിലോമീറ്റർ എന്തുകൊണ്ട് നമ്മൾ സൈക്കിളിൽ എത്തുമ്പോൾ തന്നെ വൈകുമെന്ന് തോന്നുന്നു. എന്തായാലും മാക്സിമം നോക്കാട്ടാ. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോണ വഴി, അതായത് ഇന്നലെ നമ്മൾ വന്ന വഴിയായിട്ട് ഈ കാണാം. ഇതൊരു ചെറിയൊരു വില്ലേജാണ്. ഇവിടെ ചെറിയ വീടുകൾ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നല്ല കാറ്റുണ്ട് കേട്ടോ. ഈ ഒരു ടൈമിൽ നല്ല കാറ്റുണ്ട്, വൈകിട്ടായാലും ഈ ഒരു ടൈമിലാണെങ്കിലും. കാരണം ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത എന്നാണ് ഇവർ പറഞ്ഞത്. കണ്ടില്ലേ ഇപ്പോഴത്തൊക്കെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ. അവിടെ പണി കാര്യങ്ങളൊക്കെ നടക്കണേ. കണ്ടില്ലേ, വാഴയാണ് കാണുന്നത്. ഇത് ശരിക്കും നമ്മുടെ മൈക്ക് ബ്രോയുടെ ബ്രദറിൻ്റെ ഹോം സ്റ്റേ ആട്ടോ. ആള് ബാംഗ്ലൂരാണ്. അപ്പോൾ ഈ ഒരു ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളി ഇടയ്ക്ക് വരും, അങ്ങനെ മാറി ഇരിക്കാമെന്നാണ് പറഞ്ഞാൽ. എന്തായാലും സന്തോഷം കേട്ടോ, കാരണം ഇങ്ങനെ സ്റ്റേ തന്നതിനും എല്ലാത്തിനും. കണ്ടില്ല, ഇവിടെ ഒരു ചെറിയ കടകളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ പോണത് മില്ലിയം എന്ന് പറഞ്ഞൊരു മില്ലിയം എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ, മില്ലിയം. അപ്പോൾ ആ ഒരു ഗ്രാമത്തിലാണ് ഇതാണ്. അവിടെ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അവിടെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയൊരു ടൗണാണ് കേട്ടോ. അവിടെ നിന്നാണ് സാധനങ്ങൾ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത്. പിന്നെ അതുപോലെ തന്നെ
ഇവർ ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എല്ലാ ദിവസവും ഗസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വരും. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഫുഡാണെങ്കിലും അതിനുള്ള സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ. ഇവിടുന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട് നമ്മൾ ടൗണിലേക്ക് കേട്ടോ. നമ്മൾ അങ്ങനെ മില്യം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയേട്ടാ. കണ്ടില്ലേ, ഇതൊരു ടൗണാണ്. ഇവിടെ അത്യാവശ്യം സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ കൂടുതലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ് കേട്ടോ. ഇവിടെ ഇഷ്ടംമാതിരി ഇത് കിട്ടും, പോർക്ക് കിട്ടും കേട്ടോ. ഞാൻ വന്നേക്ക് പോർക്കിൻ്റെ കടകൾ, അതായത് ഇറച്ചി കടകൾ ഒരുപാട് കണ്ട്. അവിടെ ചിക്കനും ഉണ്ട്, പോർക്കും ഉണ്ട്. ഇവിടെ ചിക്കൻ്റെ ചെറിയ കുഞ്ഞു കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവർ മറ്റേ സ്കിന്നോട് കൂടിയോ കൊടുക്കണം, അവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ആ തൂക്കിയിട്ടേക്കണം ചെറിയ പീസൊക്കെ പോർക്കിൻ്റെ കേട്ടോ. കുഞ്ഞിക്കടകളാണ് അവിടെ എല്ലാം. അതായത് ഒരു പെട്ടിക്കട എന്നൊക്കെ പറയില്ല, കുഞ്ഞിത്. അതിൽ ഇങ്ങനെ ചില്ലിട്ട് വെച്ചേക്കുന്നത് ചിക്കൻ, അതിൻ്റെ ഇത് കളഞ്ഞിട്ട് വേസ്റ്റ് കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട് ആ സ്കിന്നോട് കൂടിയുള്ള ചിക്കൻ അങ്ങനെ വെച്ചേക്കണേണ്ട. അത്യാവശ്യം വെയിൽ കാര്യങ്ങളുണ്ട്. ഞാൻ ജാക്കറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ചൂടെടുക്കുന്നുണ്ട്, എന്നാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഊരാലാന്ന് വെച്ച് ജാക്കറ്റ്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഒരു കടയാണ്. കാരണം ഇതൊരു വീടാണ് കേട്ടോ. ആ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കട ഇട്ടിട്ടുണ്ട്. അത് ശരിക്കും ആണുങ്ങളല്ല, പെണ്ണുങ്ങളാണ് കടകൾ ഇട്ടേക്കണം. കാരണം ആണുങ്ങൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും പണിക്കായിക്കോ, അല്ലെങ്കിൽ കൃഷി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൊഴിലായിട്ട് പോകുമ്പോൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ ചെറിയ കടകൾ കാര്യങ്ങളിട്ട് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കട്ടെ. അങ്ങനത്തെ ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. ഞാനിപ്പോൾ ഇത് ഇപ്പോൾ കുറേ കാണുന്നുണ്ട്. നമ്മൾ മേഘാലയ എൻട്രി ചെയ്ത ടൈമിൽ തൊട്ട് കാണുന്ന ഒരു പരിപാടിയാണ് ഇത്. സംഭവം കൊള്ളാട്ടാ. കാരണം വീട്ടിലിരിക്കണ ഇപ്പോൾ സ്ത്രീകൾ കൂടുതലും വീട്ടിലായിരിക്കണം. അപ്പോൾ അവർക്കൊരു വരുമാനം കൂടിയാണ് ഇങ്ങനെയുള്ളൊരു സിസ്റ്റം കേട്ടോ. സംഭവം കൊള്ളാം. ഇവിടെ നിന്ന് കടകൾ കുറേയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും തുറന്നിട്ടില്ല കേട്ടോ. 10 മണി കഴിഞ്ഞിപ്പോൾ നമ്മളിപ്പോൾ ഇത് ചിറാപുഞ്ചി പോണ റൂട്ടാണ് കേട്ടോ. നേരെ പോണത് ചിറാപുഞ്ചിയിലേക്കാണ്. പിന്നെ ഇവിടെ നിന്നൊരു ഡീവിയേഷൻ വരും കേട്ടോ. നമുക്ക് മൗലിൻ ലോങ് അതേപോലെ തന്നെ ദൗക്കി ആ റൂട്ട് വരും. പിന്നെ റൈറ്റ് വരുന്നത് ചിറാപുഞ്ചി, അങ്ങനത്തെ ഒരു ഡീവിയേഷനാണ് കേട്ടോ തന്നെ. നമ്മൾ പോണ റൂട്ടാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ചെറിയ ചെറിയ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്, വില്ലേജ് കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ പോണ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൗപ്ലാങ് സീക്രട്ട് ഫോറസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടോ. അതായത് ഒരു കേവാണ് തോന്നുന്നത്. ഒരു ഇതാണ്, അത്യാവശ്യം നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ പറഞ്ഞാൽ. കണ്ടിട്ടും നല്ല അടിപൊളിയാണ്. എന്തായാലും അവിടെയൊക്കെ ചെന്നിട്ടൊക്കെ അടിപൊളി വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതാണ് റൂട്ട്. ചെറിയ റോഡാണ് കേട്ടോ. വണ്ടികളൊക്കെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റക്കാവും. പിന്നെ കയറ്റവും ഇറക്കമൊക്കെ ആയിട്ടുള്ള റോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാ. നല്ല വെയിലുണ്ടെങ്കിലും തണുപ്പ് അടിക്കണ്ട കേട്ടോ. അതാണ് ഞാൻ പിന്നെ ജാക്കറ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഊരാനാ. കണ്ടില്ലേ, വെയിലുണ്ട് അത്യാവശ്യം. ഇവിടെയൊക്കെ ഉള്ള വീട് കണ്ടില്ലേ, ഫുള്ള് ഷീറ്റാണ് കേട്ടോ. എല്ലാ വീടുകളിലും ഇങ്ങനെ ഷീറ്റാണ് അവർ ഇട്ടേക്കണത്. കാരണം അങ്ങനെ മേലിൽ ഇങ്ങനെ മേൽക്കൂര വാർത്തിട്ടൊന്നുമില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. കൂടുതലും കണ്ടില്ലേ ഇങ്ങനത്തെ ഇതാണ്ടാ. ഇപ്പം നമ്മളെ ഒരു ഹൈവേ കയറിയിട്ട്, ഇതൊരു ഹൈവേ ആണ്, നല്ല കിടിലൻ റോഡാണ്ടാ. ഇവിടെയൊക്കെ അത്യാവശ്യം വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടേക്ക് എന്തോ ഒരു വർക്ക്ഷോപ്പാണെന്ന് തോന്നുന്നുണ്ടാ. നല്ല തണുപ്പുണ്ട് കേട്ടോ. അതായത് കാറ്റടിക്കുമ്പോൾ നല്ല രീതിയിൽ തണുപ്പുണ്ട്. വെയിലുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. രാത്രിയിലൊക്കെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. 6 ഡിഗ്രി 5 ഡിഗ്രിയൊക്കെ വെച്ചാണ് തന്നെ കേട്ടോ രാത്രിയൊക്കെ. നല്ല തണുപ്പുണ്ട്. എന്തില്ലേ, നല്ല വെയിൽ കാണുന്നുണ്ട്. ഇവിടേക്ക് എന്തോ ഉണ്ട് കേട്ടോ. എന്തോ ഗവൺമെൻറ്റിൻ്റെ എന്തോ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ മേഘാലയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PhD കേട്ടോ. എന്തോ ഒരു ഗവൺമെൻറ്റിൻ്റെ എന്തോ ഇതാണ്. പോലീസിൻ്റെ വണ്ടി പോയി. നമ്മളെ ഇപ്പോൾ ഇവിടേക്ക് ഇറങ്ങി ടിക്കറ്റ് എടുക്കണം കേട്ടോ. അതായത് ഇവിടെ സീക്രട്ട് ഫോറസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഏകദേശം 30 രൂപയാണ് ചാർജ് 1 കിലോമീറ്റർ വരെ. അത് കഴിഞ്ഞ് നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ ഗൈഡിനെ എടുക്കണം. ഗൈഡിനെ എടുക്കണത് നിർബന്ധമെന്നാണ് ഇവർ പറഞ്ഞത്. അതിന് 380 രൂപ എന്തോ ചാർജ് ഉണ്ട് കേട്ടോ. ഞാൻ 1 കിലോമീറ്റർ മാത്രമേ എടുത്തുള്ളൂ. 350 രൂപ എടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം നല്ല വ്യൂ കിട്ടുമായിരുന്നു, നല്ല അടിപൊളി എക്സ്പീരിയൻസ് കിട്ടുമെന്ന്. പക്ഷേ ബഡ്ജറ്റ് കുറവായതുകൊണ്ട് എടുത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ. അല്ലാണ്ട് ഞാൻ എന്തായാലും ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കാണണമെന്ന്, എനിക്ക് മേഘാലയ അത്യാവശ്യം അടിപൊളിയായിട്ട് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പല സ്ഥലങ്ങൾ നമ്മൾ ചൂസ് ചെയ്യണം. ഇനി അവിടെ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ബസ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടില്ലേ, അടിപൊളിയാണ്. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം വെയിലുണ്ടെങ്കിലും തണുപ്പ് അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. അത് കാരണം കുഴപ്പമില്ല. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇറങ്ങി വേണം പോകാൻ. തിരിച്ച് നമ്മളിങ്ങനെ കയറി വന്നിട്ട് വേണം കേട്ടോ പോകാൻ. നമ്മൾ ടിക്കറ്റ് കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ ടിക്കറ്റ്. അതായത് എൻട്രി ഫീസ് 30 രൂപ. പിന്നെ പാർക്കിംഗ് ചാർജസ് ആണെങ്കിൽ 2 വീലർ 20 രൂപ, 50 രൂപ, പിന്നെ 100 രൂപ. വലിയ ഇതാണെങ്കിൽ ക്യാമറക്ക് 2000 രൂപ. നമ്മുടെ ഈ ഇത് എന്താവുമെന്ന് അറിയില്ലല്ലോ. ഗോപ്രോക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഫോട്ടോ ക്യാമറ, ഡ്രോൺ, ജാക്ക ഷീറ്റ് എന്ന സംഭവം അറിയില്ല.
30 രൂപ കേട്ടോ. ഗോപ്രോ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റുമോന്നൊരു ഐഡിയ ഇല്ല കേട്ടോ, നോക്കാം എന്തായാലും. കണ്ടില്ലേ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഗോപ്രോ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നൈസായിട്ട് നമുക്ക് ഫോണിൽ വീഡിയോ എടുക്കാം, അതേ എടുക്കുള്ളൂ. കണ്ടില്ലേ അടിപൊളിയാണ്ടാ വ്യൂ ഒക്കെ. ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ കേട്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്. അവിടെ പിള്ളേരെ കളിക്കുന്നുണ്ട് കേട്ടോ, ഫുട്ബോൾ കളിക്കണേന്ന് തോന്നുന്നത്. അതന്നെ ഫുട്ബോൾ കളിക്കണ്ട, 11th പോസ്റ്റാണ്. പക്ഷേ ഫുട്ബോളല്ല കളിക്കണം, അവിടെ എന്തോ ഓടി കളിക്കണേന്ന് തോന്നുന്നുണ്ട്. ഇഷ്ടംമാതിരി പിള്ളേരുണ്ട്. എനിക്ക് തോന്നുന്നു വല്ല സ്കൂള് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് തോന്നണേ. ഇവിടെയൊക്കെ ഫുള്ള് ഫോറസ്റ്റ് ആട്ടാ, ഇതിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത്. നമുക്ക് പോകേണ്ട റൂട്ട് തോന്നുന്നു, ഗൈഡ് വേണ്ടത് തോന്നണത് ഇതിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നത്. നമ്മളങ്ങനെ ലൊക്കേഷനിൽ വന്ന് ഇവിടെ ഒരു കൗണ്ടറുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ 30 രൂപ ടിക്കറ്റ് എടുത്താൽ ഇവിടെ 350 രൂപ എടുത്ത് കഴിഞ്ഞാൽ എന്താണ് പകുതി വരെ നമുക്ക് ട്രക്ക് ചെയ്യാം കേട്ടോ, അതും ഗൈഡ് വെച്ച്. പിന്നെ ഫുൾ ട്രക്ക് ചെയ്യണമെങ്കിൽ 550 രൂപ കൊടുക്കണം. ഇത് ട്രെക്കിംഗ് ദ ഡിവൈഡ് സ്കോട്ട് ട്രെയിൽ, അത് 1550 കേട്ടോ, അതും 8 പേർക്ക്. എനിക്ക് തോന്നുന്നു വണ്ടിയിൽ കൊണ്ടുപോകണേന്ന് തോന്നുന്നുട്ടാ, കാരണം ഇവിടെ നമുക്ക് അങ്ങോട്ട് വേണം പോകാൻ. ഇവർ അലൗഡ് അല്ല കേട്ടോ, അതായത് ഗൈഡ് ഇല്ലാണ്ട് അലൗഡ് അല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടേക്ക് ഇനി കറങ്ങാൻ പറ്റുള്ളൂ. കണ്ടില്ല ഒരുപാട് വണ്ടികളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ കറങ്ങാൻ പറ്റുള്ളൂ കേട്ടോ, വേറൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ ഉള്ളത് ഇവിടെ ഒരു ചെറിയൊരു ഹെറിറ്റേജ് ആണ് കേട്ടോ, അതായത് കാസി ഹെറിറ്റേജ് വില്ലേജ്, അതായത് കാസി ട്രൈബ്സിൻ്റെ എന്താ പറയുക, കാസി ട്രൈബ്സിൻ്റെ ഹെറിറ്റേജ്, അതേപോലെ പഴയ വീട് കാര്യങ്ങൾ, പിന്നെ അവിടുത്തെ കൾച്ചർ കാര്യങ്ങൾ. ഇവിടെ അതേപോലെ തന്നെ നരേന്ദ്രമോദി ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ, അങ്ങനെ എന്തോ ഒരു കൾച്ചർ പരിപാടിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. കണ്ടില്ലേ നമുക്ക് ഇവിടെ കയറാട്ടെ, ഇവിടെ എത്ര 30 രൂപ തോന്നുന്നു. എന്തായാലും ഇവിടം വരെ വന്നേലേ, ഞാൻ എന്തായാലും കയറാം, വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ ട്രക്കിങ് എടുക്കണം, ട്രക്കിങ് എടുക്കാൻ 350 രൂപ എടുത്തതിന് എൻ്റെ ഉണ്ടാവില്ല വേറെ പൈസയൊന്നും, അതുകൊണ്ടാണ്ടാ. എന്തായാലും ഇത് ഇവിടെ ഒന്ന് കയറി കാണാം, ഇവിടെ 30 രൂപ ഉള്ളൂ എന്ന് പറഞ്ഞാൽ. എന്തായാലും അത് ഇവിടം വരെ വന്നില്ല, അത് കയറി കാണാം. കാസി ഹെറിറ്റേജ് വില്ലേജ് എന്നാട്ടെ പേര്. നമ്മളങ്ങനെ കാശി ഹെറിറ്റേജ് വില്ലേജിലാണ്. ഞാനിപ്പോൾ എൻ്റെ ഫോണിലാണ് ഷൂട്ട് ചെയ്യണം. ഇവിടെ ക്യാമറ ലോഡല്ല എന്ന് പറഞ്ഞാൽ, ക്യാമറ എടുക്കുക അതിന് ഇത്ര ചാർജ് കൊടുക്കണം, 2000 രൂപ. ഞാൻ പറഞ്ഞെങ്കിൽ ഫോണിൽ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതെ ഫോണിൽ ഷൂട്ട് ചെയ്യാമെന്ന് പറയും, കാരണം 2000 രൂപ കൊടുത്തുള്ള ഇതൊന്നും നമ്മുടെ ഇല്ല. അങ്ങനെയാണ് ഞാൻ ആ ഫോറസ്റ്റ് പോയി കണ്ടുവരുന്നത്, കാരണം അത് കാണാനുണ്ട്. അതെനിക്ക് തോന്നുന്നത് പണ്ടത്തെ പൂജ കാര്യങ്ങളൊക്കെ എല്ലാം ഇതാക്കിയ ഒരു ഫോറസ്റ്റ്, അതായത് ഹിന്ദു മതവിശ്വാസ പ്രകാരം എന്തോ ഒരു ഇതാണ് കേട്ടോ. കറക്റ്റ് എനിക്ക് ഡീറ്റെയിൽ അറിയില്ല, എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നോക്കിയില്ല, കാരണം ഞാൻ അങ്ങനെ കയറുന്നതിന് മുമ്പ് ഞാൻ നോക്കിയായിരുന്നു കേട്ടോ. ഇതാണ് കേട്ടോ, ഇവിടെയൊക്കെ കണ്ടില്ലേ പഴയ ഒരു ഇതുപോലത്തെ ഒരു ഇതാണ്, കൾച്ചർ ടൈപ്പ് വീടുകളാണ്. ഇതൊക്കെ എല്ലാം ക്ലോസ്ഡ് ആണ്. ജസ്റ്റ് ഞാൻ എന്തായാലും ഇവിടം വരെ വന്നുകൊണ്ട് വീഡിയോ കുറേ ഇത് കൊടുത്തിട്ടുണ്ട്, ഹിമ മൊപ്ലാങ്ങും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വേറെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ആ ഒരു ഇതിൻ്റെ പേരാണെന്ന് തോന്നട്ടാ. അല്ലേ ഇവിടെയും വേറെ ഒരു ഇതുണ്ട് കേട്ടാ, അതിനെന്താണ് ഹിമ നൊങ്ലാങ്, എനിക്ക് തോന്നുന്നു ഓരോന്നിനും ഓരോ പേരാണെന്ന് തോന്നണേ. അവിടെയൊക്കെ ഉണ്ട് കേട്ടോ വേറെ വീടുകൾ കാര്യങ്ങളൊക്കെ. എന്നാലും അങ്ങാടേക്ക് പോകാം. ഇവിടെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പോകണമെങ്കിൽ ഗൈഡ് വേണം, കാരണം അവിടെ നിന്ന് നമ്മൾ ആൾക്കാരെ സെറ്റ് ചെയ്തിട്ട് വേണം പോകാൻ കേട്ടോ. ഇത്ര ഗ്രൂപ്പ് വരും, ഇത്രയും ഗ്രൂപ്പിനെ ഒരു ഗൈഡ് വെച്ചാട്ടോ. പിന്നെ ഇവിടം വരെ വന്നുകൊണ്ട് പിന്നെ കയറിയതാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടണത്. ഇവിടെ ഒന്നും അങ്ങനെ ആൾത്താമസമൊന്നും ഇല്ല കേട്ടോ. ഇവർ ആ ഒരു ഇത് ഇപ്പോഴും നിലനിർത്തണമെന്നുള്ളൂ. മോദി സർക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ, നരേന്ദ്രമോദി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞാൻ ഗൂഗിളിൽ കണ്ടതാണ് കേട്ടോ. കയറണുണ്ട് കേട്ടോ, ഹിമാ സുബാർ. അകത്ത് കയറാൻ പറ്റുമോയെന്നറിയില്ല കേട്ടോ, പൊക്കിടാണ്ട് അല്ലെങ്കിൽ അകത്ത് കയറാമെന്ന്. പിന്നെ ഉമ്മാർ പിന്നെ എന്തിനാ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാന്ന് ആലോചിക്കണം, കാരണം ഇതല്ലെങ്കിൽ അകത്ത് കയറി കാണണം, അതാണ് കുറച്ചും കൂടെ നല്ലത്. ജസ്റ്റ് ഈ വീട് മാത്രമായിട്ട് കാണാൻ വേണ്ടി കയറിയ പോലെ പോയി. അതുപോലെ തന്നെ ഇവിടെ വേറെ വീടുണ്ട്, അത് ഹിമ നൊങ്ലോ, അങ്ങനെ ഹിമാ സൊഹ്റ, കുറേ ഇങ്ങനെ കല്ല് പോലത്തെ സംഭവങ്ങളൊക്കെ. ഇതൊക്കെ ആ ഒരു പഴയ രീതിക്കുള്ള ഒരു എന്താണ് കൾച്ചർ ഇതാണ് കേട്ടോ കൊണ്ടുവന്നേക്കണം. ശരിക്കും ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കയറി കാണാൻ പറ്റണം, അതിനുള്ള സജ്ജീകരണം കൂടെ വേണം പറഞ്ഞു, കാരണം ഇതെല്ലാം ലോക്കിഡാണ്. അല്ല ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സംഭവങ്ങൾ അങ്ങനെ ആ ഒരു കൊച്ചു വീണപ്പന്മാരെല്ലാവരും കൂടെ ചിരിക്കാൻ. ഞാൻ വെച്ച് എന്തെങ്കിലും പറ്റിയാന്ന് നോക്കാൻ പോയപ്പോൾ കൊച്ചു ഓടിക്കളഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു എന്താ തീ കത്തിക്കുന്ന ഒരു സൈസ് സാധനം പോലെ ഉണ്ട് കേട്ടോ. ഉള്ളിലൊന്നും കയറാൻ പറ്റില്ല, അതാണ്. അല്ലെങ്കിൽ മര്യാദയൊക്കെ ഷൂട്ട് ചെയ്യാറ്. എനിക്ക് തോന്നണേ ഓരോ വീടിൻ്റെ ഉള്ളിലും ഇതേപോലത്തെ എന്തൊക്കെയോ സംഭവങ്ങൾ കാര്യങ്ങളുണ്ട് കേട്ടോ. അതൊന്നും ഓപ്പൺ അല്ല, അതാണ് അല്ലെങ്കിൽ കാണാറുണ്ട്. ഇതൊക്കെ എല്ലാം ലോക്ക്ഡാണ്ടാ. നമ്മളെ ഒരു എന്താ പറയുക
നമുക്ക് ഈ ഡോറ് പോലെ, ഡോറല്ല ഒരു കണ്ടില്ലേ ഇങ്ങനെ മാറ്റിക്കൊണ്ടോ പോവാൻ. ഇഷ്ടംമാതിരി ആൾക്കാർ വന്നിട്ടുണ്ട്. അടിയിൽ പിന്നെ ഒരു ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കൊന്ന് അങ്ങോട്ട് പോകണം. പിന്നെ അത് ഇവിടെയും അതേപോലെ തന്നെ ഒരു ഇതാണ്, വേറെ അങ്ങനെയൊന്നും ഇല്ലാട്ടെ ഇവിടെ. അങ്ങനെ ഇവിടെ ഒരു ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇത് ഫുള്ള് ഈ എനിക്ക് തോന്നുന്നു ഇത് മരമല്ല, മരം പോലത്തെ ഒരു സെറ്റപ്പാണ് തോന്നുന്നു. ഇല്ലല്ല ഷീറ്റാണ്ടാ, ഷീറ്റ് കണ്ടില്ലേ അതൊക്കെ വെച്ച് ഉണ്ടാക്കിയാണ്ട. പിന്നെ ഇവിടെ മരത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ആ വള്ളി കാര്യങ്ങൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാന്നൊരു ഡൗട്ടുണ്ട്. കൊള്ളാട്ടാ സംഭവം കൊള്ളാം. ഒരു പഴയ ഒരു ടൈപ്പ് ബ്രിഡ്ജ് കേട്ടാ, ഇങ്ങനെ കാടും വെള്ളമൊക്കെ വന്നിരിക്കണ പോലത്തെ ഒരു ഫീല്. ഇവിടെ ഈ നോക്കണ വ്യൂ കൊള്ളാട്ടാ. നമ്മുടെ ഈ ഷട്ടറില്ലേ, ഷട്ടറിൻ്റെ ഇതാണ് കേട്ടോ ഇട്ടേക്കണം. കണ്ടില്ലേ വ്യൂ നോക്കി, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. സംഭവം കൊള്ളാട്ടാ, അടിപൊളിയാണ്. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഇവിടേക്ക് ഒന്നുമില്ല കേട്ടോ, ലാസ്റ്റ് പോയിൻ്റാണ്. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അത് ക്ലോസ്ഡ് ആണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ നമുക്ക് അങ്ങാടേക്ക് തിരിക്കാം. പക്ഷെ വെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വന്ന ഒരു സ്ഥലമില്ലേ, അതിൻ്റെ അവിടെ എത്തിയേട്ടാ. കണ്ടില്ലേ കല്ല് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇഷ്ടംമാതിരി ആൾക്കാർ വന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ കേട്ടാ. ഇവർ സംസാരിക്കുന്നത് കാസി ലാംഗ്വേജ് ആണ്. ഇവിടെയൊക്കെ കടകൾ പോലത്തെ എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. ശരിക്കും നമുക്ക് ആ ഫോറസ്റ്റ് അവിടെ ഒരു ഇത് കണ്ടില്ലേ, അങ്ങാടെ പോകാനുള്ളത്. പക്ഷെ ഒറ്റയ്ക്ക് കയറാൻ പറ്റുമെങ്കിൽ ഞാൻ കയറിയിരുന്നുണ്ടാ, ഗൈഡ് വെച്ച് പോകണമെന്നാണ് പറഞ്ഞാൽ. കാരണം അങ്ങനത്തെ ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഇവർ ആരെയും അങ്ങനെ ഒറ്റയ്ക്ക് വിടാതെ. കാരണം ആരെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു കഴിഞ്ഞാൽ അത് പണിയാവും. അപ്പോൾ അവർക്കൊരു വിശ്വാസമുണ്ട്. ആ ഒരു വിശ്വാസം കൊണ്ടാണ് അവർ ആൾക്കാരെ വിടുന്നത്, ഗൈഡിൻ്റെ ഒപ്പം വിടുന്നത്. കാരണം ഗൈഡ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അവിടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി. അല്ലാണ്ട് നമ്മൾ വെറുതെ പോയി എന്തെങ്കിലും നശിപ്പിച്ചോ അല്ലെങ്കിൽ ഇത് കളയണോണ്ടായിരിക്കും കേട്ടോ അങ്ങനെ ചെയ്യാൻ കാരണം. ശരിക്കും ഇവിടെ പോലെ പിള്ളേരുണ്ട് കേട്ടോ. ഹായ്, അതിൻ്റെ ശരി നോക്കിയേ കള്ളൻ. കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ. ഇവിടെ പിന്നെ എന്തോ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ടത് എന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ. നല്ല ഫ്രീ ഫുഡാണെങ്കിൽ നമുക്ക് കഴിക്കാം. അല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഫ്രീ ഫുഡ് കാണുമ്പോൾ നമ്മൾ പോയി കഴിക്കണം. കാരണം നമ്മൾ ബഡ്ജറ്റില്ലാത്ത യാത്ര ചെയ്യണോണ്ടാട്ടാ. അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കണുണ്ടല്ലേ. ശരിക്കും അവിടെ ഒരു വഴിയുണ്ട് കേട്ടോ നമുക്ക് ഫോറസ്റ്റിലേക്ക് പോകാൻ. ശരിക്കും ഇതെന്തായാലും നമ്മുടെ ഒരു പ്രാവശ്യമെങ്കിലും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇനി എന്തായാലും നമ്മൾ ഒരു ദിവസം വരും ഇൻഷാ അല്ലാ. ഒരു വേറെ ഏതെങ്കിലും ദിവസം നമ്മൾ വരും, വരാനുള്ളൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്, നോക്കണം. കണ്ടില്ലേ ഇവിടെയൊക്കെ ഫുട്ബോൾ കളിക്കേണ്ടി വന്ന്, ഫുട്ബോൾ കളിക്കണേ കണ്ടിട്ട് എന്തോ പോലെ. കാരണം നമ്മളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളിയാണ് ഫുട്ബോൾ. ഒരുപാട് കുറേ നാളായി, ഒരു ഇത്ര വർഷമായി കളിച്ചിട്ട്. കാരണം കാലിനൊരു പണി കിട്ടിയതുകൊണ്ട് പിന്നെ സർജറി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ചെറിയൊരു പേടിയുണ്ട് കളിക്കാൻ. വീണ്ടും തെന്നും എന്നുള്ള ആ ഒരു പേടിയുള്ളതുകൊണ്ട് മനസ്സിൽ നിന്ന് ആ ഒരു പേടി പോകണില്ല. വീണ്ടും ട്രൈ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ആ ഫുട്ബോളൊക്കെ വന്നിട്ടില്ല, ഓടി തട്ടാൻ തോന്നുന്നുണ്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതുകൊണ്ടാണ്ട ഞാനിങ്ങനെ ഇതും കണ്ടിരിക്കുന്നത്. ഇവിടം വരെ നമ്മൾ വന്നിട്ട് എനിക്കിതൊന്നും കാണാൻ പറ്റിയില്ല എന്ന് ആലോചിച്ച് ഇങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്നേട്ടാ. ഇനിയിപ്പോൾ വേറെ കുറച്ച് സ്ഥലങ്ങളുണ്ട്, അതും ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം 50 കിലോമീറ്റർ ഉണ്ട്. അതൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെയും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പണിയാവും. ഈ ഒരു യാത്രയിൽ ഞാൻ ഒരുപാട് കാണണം. ഞാൻ ഇനി എത്ര ദിവസം വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇവിടെയൊക്കെ. പക്ഷേ ഈ ഒരു ടിക്കറ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇത്രയും പൈസ ഇല്ലാണ്ടുള്ള യാത്രയിലാണ്. ഒരുപാട് പൈസ ഒന്നുമില്ല, നമ്മൾ കുറച്ച് നിസ്സാര പൈസയായിട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പൈസയും കാര്യങ്ങളൊക്കെ തീർന്നു പോയി. നമ്മൾ യാത്ര എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് സ്റ്റോപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് കുറച്ച് ആൾക്കാർ ഓരോ സൈഡിലും സഹായിക്കാനുണ്ടായത്. അവർ കുറച്ച് പേര് ഇങ്ങനെ ഷെയർ ചെയ്ത പൈസകൾ നമ്മൾ ആരോടും ഇതുവരെ പൈസ ചോദിച്ചിട്ടില്ല. പക്ഷേ അവരിങ്ങനെ ഷെയർ ചെയ്ത നമുക്ക് തന്ന പൈസ, അതായത് പിരിച്ചു തന്ന പൈസയൊക്കെ വെച്ച് നമ്മൾ സൈക്കിൾ റെഡിയാക്കി. പിന്നെ നമ്മുടെ യാത്രക്ക് ആവശ്യമായ പല കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്ത്. അപ്പോൾ നേപ്പാളിലൊക്കെ നമ്മൾ ടിക്കറ്റ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചെയ്ത്, പിന്നെ അതേപോലെ തന്നെ ഫുഡിനുള്ള കാര്യങ്ങൾ, ഇതിനൊക്കെ എല്ലാത്തിനും നമ്മൾ ആ ഒരു പൈസയാണ് യൂസ് ചെയ്തത്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങണേട്ടാ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. എന്തായാലും പിന്നെ ഒരു ദിവസം വന്ന് നമുക്കിതൊക്കെ കാണാട്ടാ. ഞാൻ ഇവരോട് ചോദിച്ചു നോക്കി, അല്ലാണ്ട് കയറാൻ പറ്റുമെന്ന്. ഇവിടെ ഇനിയിപ്പോൾ കയറി കഴിഞ്ഞാലും പ്രശ്നമാകും തോന്നുന്നു. പക്ഷെ ഇവിടം വരെ വന്നിട്ട് കയറാതിരിക്കാനും തോന്നല്ല കേട്ടാ. നമ്മളെ ഇപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി കുറച്ചങ്ങാ പോകുന്നട്ടാ.
ഇനി ഇപ്പം നമ്മൾ നേരെ ചിറാപ്പുഞ്ചി പോകണില്ല. ശരിക്കും നമ്മൾ ചിറാപ്പുഞ്ചി പോകണമെങ്കിൽ നമ്മൾ ഇന്നലെ താമസിച്ച ആ റൂട്ടില്ലേ അവിടെ നിന്ന് വേണം കേട്ടോ നമ്മൾ, അതായത് ആ ഒരു ഹൈവേ കയറിയിട്ട് വേണം നമുക്ക് ചിറാപ്പുഞ്ചി പോകാൻ. അപ്പോൾ എന്തായാലും ഇന്നലെ താമസിച്ച സ്റ്റേ നമുക്ക് ഇന്നും കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങാടേക്ക് പോകണേ കേട്ടോ. ഇന്ന് നമ്മൾ വന്ന റൂട്ട് തന്നെയാണ്, ആ റൂട്ട് തിരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളെ ഇപ്പോൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്നോയ്ക്ക് ഒരു മലയാളീനെ കണ്ടിട്ട് ആള് ബൈക്കിനാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഇതാണ് ആളുടെ ബൈക്ക്. എങ്ങനെ പേരെങ്ങനെ? പേര് മുരളി കൃഷ്ണൻ. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത്? എവിടുന്നാ? ഞാന് മലപ്പുറം നിലമ്പൂർ. ഓ, അവിടുന്ന് എങ്ങനെയായിരുന്നു ജേണി? എങ്ങനെയായിരുന്നു? അവിടുന്ന് നേരെ പിന്നെ തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, അങ്ങനെ അസം വഴി ഇങ്ങനെ നാഗാലാൻഡ് ഹോൺബിൽ ഫെസ്റ്റിവലിന് വേണ്ടി വന്നതാണ്. ഓ, അവിടെ ഒരു 4 ദിവസം നിന്നു. പിന്നെ നാഗാലാൻഡില് ഹോൺബിൽ ഫെസ്റ്റിവലിന്റെ അവിടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നാഗാലാൻഡ് മൊത്തം കറങ്ങിയതിന് ശേഷം നേരെ അരുണാചലിൽ കയറി. അവിടെ ഡോങ്, കഹോ, കിബത്തു, പിന്നെ മെച്ചുക്ക, സീറോ, തവാങ്, ബുംല പാസ് വരെയൊക്കെ പോയിട്ട് അതിന് ശേഷം പിന്നെ ആസാം വഴി ഇങ്ങനെ കാസിരംഗൊക്കെ പോയിട്ട് പിന്നെ ഇവിടെ വന്നു മേഘാലയ. അത് ഫുള്ള് സെറ്റാണ്, പാഷനിലാണ് വന്നേക്കണ. പിന്നെ ഇതെല്ലാം സെറ്റപ്പ്. ടെന്റ് എടുത്ത് പെട്രോൾ പമ്പിലാണ് സ്റ്റേ ചെയ്യല്. സെറ്റ്. പിന്നെ ഇവിടെ തണുപ്പായത് കാരണം ഈ ഫോമാറ്റ് മേടിച്ചല്ലേ. ഞാൻ ഇതിന്റെ കുറച്ച് കട്ടി 2 ഇത് കുറച്ച് കട്ടിയുള്ള സൈസാണ്. എന്റെ മറ്റേ കട്ടി കുറഞ്ഞതായിരിക്കണം. ഓ, അതെന്തായാലും സുഖാണ്, കാരണം തണുപ്പ് എടുക്കൂല. അങ്ങനെ പിന്നെ ഫുള്ള് ഹോട്ടലായതുകൊണ്ട് ഒരുപാട് പൈസ ചെലവ്, നല്ല രീതിയിൽ പൈസ ചെലവും. കാരണം നമ്മുടെ നാട്ടിലാണ് ഏറ്റവും ചെലവ് കുറഞ്ഞത്. ഇവിടെ നല്ല രീതിയിൽ പൈസ കാര്യങ്ങളാവും ഒരുപാടുണ്ട്. അപ്പൊ കുക്കിങ്ങും ചെയ്യാൻ തുടങ്ങി. പിന്നെ വരുന്ന വഴിക്ക് ഒരുപാട് ആളുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. താമസിക്കാൻ സ്ഥലം തന്നിട്ടുണ്ട്, അതുപോലെ ഫുഡ് തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഹെൽപ്പിങ് കാര്യങ്ങൾ കിട്ടാണ്ട്. അത് ഭയങ്കര സന്തോഷം. അപ്പൊ എന്തായാലും നിങ്ങളെ കാണാൻ പറ്റിയൊരു സന്തോഷം. ഇനിയിപ്പോ ഇവിടെ നിന്ന് നേരെ എങ്ങോട്ടേക്കാണ്? ഇനി മഫ്ലോങ് മറ്റേ ഇവിടെ മറ്റേ ഫോറസ്റ്റ് കാണാം, വില്ലേജ്. ഓ, അത് കൊള്ളാം. മറ്റേ കാസി വില്ലേജ് അത് കാണുന്നുണ്ട്. പിന്നെ മൗസിംഗ് ഡ്രാം, ഏറ്റവും കൂടുതൽ മഴ കിട്ടണ. ഇവിടുന്ന് ഇവിടുന്ന് ഏകദേശം 51 കിലോമീറ്റർ. ഞാൻ അങ്ങോട്ട് പോവാലാന്ന് വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും കണ്ടതിന് സന്തോഷം. ഓക്കെ. എന്തായാലും എവിടെയെങ്കിലൊക്കെ വെച്ച് യാത്രയിലേക്ക് കാണാം. അടിപൊളിയായിട്ട് യാത്രയൊക്കെ പോട്ടെ, ഉഷാറാകട്ടെ. അങ്ങനെ നമ്മൾ റൂമിലെത്തിയേട്ടാ. നമുക്ക് ഇന്നലെ കിട്ടിയ റൂമല്ല അത്, അവിടെ വേറെ ആരും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വേറെ റൂം കിട്ടി. ഇന്നലെ വന്ന സെയിം ഇതിൽ തന്നെ ഉണ്ട്. അതായത് ഇന്ന് രാവിലെ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്ത എവിടെ നിന്നാണോ അവിടെ തന്നെയാണ് നമ്മൾ വന്നത്. ഇനി ഇവിടുന്ന് നാളെ ചിറാപ്പുഞ്ചിലേക്ക് പോകും. അപ്പോൾ എന്തായാലും പിന്നെ അതുപോലെ തന്നെ ഞാൻ മറ്റേ ആളെ നമ്മൾ കണ്ടല്ല, മലയാളീനെ, ആളെ ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. ആളോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ്, അവിടെ നിന്ന് വിളിച്ചതാണ്. അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞു നിങ്ങളത് കണ്ടിട്ടോ, എന്തായാലും നിങ്ങൾ അവിടെ വരെ എത്തി. ആളെന്നോട് പറഞ്ഞു ഇങ്ങനെ അത് ഡയറക്റ്റ് തിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ എന്തായാലും അവിടെ വരെ വന്നേലേ, അതൊക്കെ കണ്ടിട്ടോ. ഞാൻ അപ്പോഴത്തേക്കും അവിടെ ആകുമ്പോൾ ഞാൻ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. ഞാൻ ലൊക്കേഷനൊക്കെ അയച്ചു കൊടുത്ത് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വന്നിട്ടിരിക്കുന്നതെന്നാണ് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ആൾ വന്നിട്ട് കാണിക്കാം. എന്തായാലും ഇതാണ് റൂം കേട്ടാ. അടിയിൽ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങാടേക്ക് പോകണേട്ടാ.